പേപ്പർ മില്ലിന്റെ അടുത്താണ്. പേപ്പർ മില്ലിന്റെ വാടകയ്ക്കാണ് താമസിക്കുന്നത്. സ്വന്തം നാട് ഇവിടെ തന്നെയാണ്. അപ്പം ഞങ്ങള് രാവിലെ ബ്ലഡ് ഒക്കെ എന്തുവാ ട്രെയിന് പന്നി ശല്യം വെച്ചാൽ ഇപ്പൊ റോഡില് ഇപ്പൊ ഈ ഇവരെ പോലുള്ള ആളുകളൊക്കെ മാധ്യമ പ്രവർത്തകരോ അങ്ങനെ ഇത് എടുക്കുന്നവരൊക്കെ എന്ന് വെച്ചാൽ അവര് നമ്മളിങ്ങനെ ആക്സിഡന്റ് ആയി ഇടിച്ച് വീണ് ആശുപത്രി കിടക്കുമ്പോഴേ വാർത്ത വരുന്നു. അല്ലാതെ എത്രയോ കൃഷി പോകുന്നു, ആളുകളെ ആക്രമിക്കപ്പെടുന്നു, അതൊന്നും ഒരു വാർത്തയും വരുന്നില്ല. അങ്ങനെയൊക്കെ പോകുന്നത്. ഞാനും എൻ്റെ ഭർത്താവും കൂടെ ഇങ്ങനെ തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷനിൽ വരെ വന്നതാണ്. അന്നേരം ഈ വെളുപ്പിന് 6-5:30 സമയത്ത് ഒരു വലിയൊരു കാട്ടുപന്നി വന്ന് സ്കൂട്ടറിൽ ഇങ്ങനെ ഇടിക്കുമായിരുന്നു. ഇടിച്ച് തെറിപ്പിച്ച് എൻ്റെ തോളിൽ നിന്ന് പൊട്ടലുണ്ട്, ഹസ്ബൻഡിന് താടിയിൽ നിന്ന് പൊട്ടലുണ്ട്. അങ്ങനെ ഞങ്ങൾ താലൂക്ക് ഹോസ്പിറ്റലിൽ സർജറിക്ക് വേണ്ടി ഇങ്ങനെ അഡ്മിറ്റ് ചെയ്ത് കിടക്കുക. 6-ാം തീയതിയാണ് സർജറി പറഞ്ഞേക്കുന്നത്. ഒരു ട്രസ്റ്റ് ഉണ്ട്, ഒരു സൊസൈറ്റി ഒക്കെ ഉണ്ട്. അത് നമ്മളെ ഉപജീവനത്തിനൊന്നുമല്ല. ഞാൻ വക്കീലാണ്, നമുക്ക് ദൈവം ആ വഴി ഇത് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ ഒക്കെ നമ്മള് സംസ്ഥാനത്തുടനീളം ഈ പന്നിയുടെ അല്ലെങ്കിൽ വന്യ മൃഗങ്ങളുടെ ആക്രമണം വളരെ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ തന്നെ ഏതാണ്ട് 25-ലധികം ആളുകൾ വന്യജീവി ആക്രമണത്തെ തുടർന്ന് മലയോര മേഖലകളിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരുടെ കുടുംബങ്ങൾ അനാഥമായിട്ടുണ്ട്, അവരുടെ എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ആണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിലെ മന്ത്രി ശശീന്ദ്രനോട് പ്രതിപക്ഷവും അതുപോലുള്ള രാഷ്ട്രീയ പാർട്ടികളും മറ്റുമൊക്കെ സൂചിപ്പിക്കുമ്പോൾ അദ്ദേഹം ഒരു ചിരി മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. യാതൊരു നടപടികളും ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പുനലൂർ പോലുള്ള ഒരു പട്ടണ പ്രദേശത്തിൽ പോലും പന്നി ആക്രമണവും വന്യജീവി ആക്രമണവും പട്ടിപറ്റി കിടക്കുന്നതുമായ പുനലൂർ മാറണം. ഈ പുനലൂരിന് ഉണ്ടായ ഈ ദുർഗതി, ഈ ദുസ്ഥിതി മാറുന്നതിന് UDF ഗവൺമെന്റ്, ഇവിടുത്തെ ജനപ്രതിനിധികൾ UDFന് അനുകൂലമായ ജനപ്രതിനിധികളായി മാറുന്നൊരു കാലം അനധിവിദൂര ഭാവിയിൽ എത്രയും വേഗം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. UDF ഇത്തരത്തിലുള്ള വന്യജീവി ആക്രമണങ്ങളിൽ അതിശക്തമായ ജനപക്ഷത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് ആശാവഹമാണ്. അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉടനെ ഉണ്ടാകും. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലുള്ള പ്രതിഷേധം കൂടി രേഖപ്പെടുത്തുന്നതിന് ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇപ്പൊ വിഷമിക്കണ്ട, എന്തായാലും പറ്റി. മക്കളൊക്കെ ഷിഹാബുദ്ദീൻ കാര്യത്താണ്, അഡ്വക്കേറ്റ് ഷിഹാബുദ്ദീൻ കാര്യം, അഞ്ചൽ പനയഞ്ചേരി അമ്പലത്തിന്റെ അടുത്ത്. അല്ല, ഞാൻ തിരുവനന്തപുരത്ത് താമസം. ഇപ്പോ അഞ്ചലുകാരൻ പനയഞ്ചേരിയിൽ അമ്പലമുണ്ട്, അമ്പലത്തിന്റെ അടുത്താണ്.